ഹായ് ആൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് 1 തൊട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ടെക്നോളജി എന്ന പോർഷനാണ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷനിൽ നിന്നുള്ള സിലബസിൽ നിന്നുള്ള ഡയറി ടെക്നോളജി എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് നമുക്ക് ഡയറി ടെക്നോളജിയിൽ നിന്നും വരുന്നത് ഓൾ 5 മാർക്സിനാണ് നമ്മുടെ ഈ എക്സാമിനേഷനിൽ നിന്നുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡയറി ടെക്നോളജിയിലോട്ട് പോകണമെങ്കിൽ ഡയറി ടെക്നോളജി മീൻസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിന്റെ പറ്റി പഠിക്കുന്ന ഒരു കോഴ്സാണ് ഡയറി ടെക്നോളജി. അപ്പൊ അതിനകത്ത് നമുക്ക് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അതായത് മിൽക്കിന്റെ അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ, അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, മിൽക്ക് ഹൈജീൻ. അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് മിൽക്ക് മൈക്രോബയോളജി. മിൽക്ക് മൈക്രോബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, അതിന്റെ കോൺസിക്വൻസസ്, അതുണ്ടാക്കുന്ന ചേഞ്ചസ്, ഇതെല്ലാം മിൽക്ക് മൈക്രോബയോളജിയിൽ വരുന്നത്. പിന്നെ ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് മിൽക്ക്. മാർക്കറ്റ് മിൽക്ക് എന്നാൽ നമ്മൾ ഫ്ലൂയിഡ് മിൽക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മിൽക്കിനാണ് മാർക്കറ്റ് മിൽക്ക് എന്ന് പറയാം. അപ്പൊ അതിന്റെ കളക്ഷൻ, കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, പാസ്ചറൈസേഷൻ, UHT ട്രീറ്റ്മെന്റ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് പാക്കേജിംഗ്, ഇങ്ങനത്തെ യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ് മാർക്കറ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രൻസ്. ഇതിനകത്ത് വരുന്നത് നമ്മൾ പാലിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും അഡൾട്രേഷൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന, അതിനെപ്പറ്റി പഠിക്കുന്ന പോർഷനാണ് ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രൻസിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡയറി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. നമ്മുടെ ഡയറി പ്ലാന്റ് മിൽക്ക് പ്രോസസ് ചെയ്യുന്ന ഏരിയ, അതിന്റെ എക്യുപ്മെന്റ്, അതിന്റെ ഹൈജീൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ സാനിറ്റേഷൻ ചെയ്യുക, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അടങ്ങിയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മിൽക്ക് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷൻ, ഔട്ട്ലൈൻ ഓഫ് മാനുഫാക്ചർ, പാക്കേജിംഗ്, സ്റ്റോറേജ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് ദ ഫോളോയിങ് മിൽക്ക് പ്രോഡക്ട്സ്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന മിൽക്ക് പ്രോഡക്ട്സ് നിങ്ങളുടെ സിലബസിൽ അടങ്ങിയിട്ടുള്ളത് ക്രീം, മലായി, ദഹി, കേർഡ്, യോഗർട്ട്, ചന്ന, പനീർ, ചീസ്, ഐസ്ക്രീം, ഫ്രോസൺ ഡെസേർട്സ്, ഇവാപറേറ്റഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് പൗഡർ, ബട്ടർ, ഗീ, ചക്ക ആൻഡ് ശ്രീഖണ്ഡ്, ഇൻഡിജീനിയസ് മിൽക്ക് പ്രോഡക്ട്സ്, ഫുഡ് ഫോർ ഇൻഫന്റ് ന്യൂട്രീഷൻ, വേ പ്രോഡക്ട്സ്, എഡിബിൾ കേസിൻ പ്രോഡക്ട്സ്. ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കുറച്ച് ഡയറി പ്രോഡക്ട്സും കൂടെ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇതിന് ഈ പ്രീവിയസ് ഇയേഴ്സിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ KPSCയുടെ ചോദിച്ച ക്വസ്റ്റ്യൻസിലോട്ടൊന്ന് ഓടിച്ചു പോവാം. അതിനകത്ത് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ദി ലേറ്റസ്റ്റ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഫോർ പ്രോപ്പർ പാസ്ചറൈസേഷൻ ഈസ്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ട്രീറ്റ്മെന്റ് വഴി നമ്മുടെ മിൽക്കിന് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ആക്കുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുക. അതിലടങ്ങിയിട്ടുള്ള പാത്തോജൻസിനെ കില്ല് ചെയ്യാനും മെജോറിറ്റി ഓഫ് ദ സ്പോയിലേജ് ഓർഗാനിസത്തിന് കില്ല് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് പാസ്ചറൈസേഷൻ. അപ്പോൾ അതിനകത്തൊരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഓർഗാനിസം ഉണ്ട്. ഏർലിയർ അത് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആയിരുന്നു. ഏറ്റവും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പാത്തോജനിക് ഓർഗാനിസത്തിനാണ് നമ്മൾ ഇൻഡെക്സ് ഓർഗാനിസം ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ എർലിയർ അത് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആയിരുന്നു. ലേറ്റർ അത് കഴിഞ്ഞിട്ടാണ് കോക്സിയല്ല ബെർണറ്റി എന്ന ഓർഗാനിസം കണ്ടുപിടിച്ചത്. അതായിരുന്നു ഏറ്റവും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസവും. മാത്രമല്ല അതൊരു ഫീവർ കോസ് ചെയ്യുന്നുണ്ട്, ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് ക്യൂ ഫീവർ അല്ലെങ്കിൽ കൊറി ഫീവർ എന്ന് പറയും. അപ്പൊ അതും ചില എക്സാമിനേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് കോക്സിയല്ല ബെർണറ്റി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, രസഗുള പ്രിപ്പയർഡ് യൂസിങ്. അതായത് രസഗുള എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഡയറി പ്രൊഡക്റ്റ് ആണ്. മെയിൻ ആയിട്ട് ബംഗാളിൽ അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ബംഗാൾ സ്വീറ്റ്സ് ആണ് രസഗുള എന്ന് പറയുന്നത്. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് രസഗുള പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ചന്ന വെച്ചിട്ടാണ് നമ്മൾ രസഗുള പ്രിപ്പയർ ചെയ്യുക. ഇതിന്റെ ബേസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ചന്ന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അസെപ്റ്റിക് പാക്കേജിംഗ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോസസിംഗ് മെത്തേഡ്. നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് പ്രോസസ്സിംഗിന് ശേഷമാണ് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് യൂസ് ചെയ്യുന്നത്. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നത്, പാസ്ചറൈസേഷൻ, UHT പാസ്ചറൈസേഷൻ, ഫ്രീസിംഗ്, ഡ്രൈ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ UHT പാസ്ചറൈസേഷന് ശേഷമായിരിക്കും നമ്മൾ എപ്പോഴും അസെപ്റ്റിക് പാക്കേജിംഗിലോട്ട് പോവുക. കാര്യം അതിന്റെ അസെപ്റ്റിക് പാക്കിംഗ് ആണ് മെത്തഡോളജിയിൽ വരുന്നത്. നമ്മൾ 135°C ഫോർ 1 to 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യും, എന്നിട്ട് അതിനെ അസെപ്റ്റിക്കലി പാക്ക് ചെയ്യും. അപ്പൊ അതിന് UHT പാസ്ചറൈസേഷൻ ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2015 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു,
The water percentage of cow milk is approximately. മിൽക്ക് കോൺസ്റ്റിറ്റ്യൂവൻസിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൗ മിൽക്കിൽ അപ്രോക്സിമേറ്റ് എത്ര പെർസെൻറ്റേജ് വാട്ടർ പ്രസന്റ് ആണെന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 87% ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് among the following practice reduces the occurrence of mastitis. മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പശുവിൽ അകിട് വീക്കം എന്ന് പറഞ്ഞൊരു രോഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏത് പ്രാക്ടീസാണ് മാസ്റ്റൈറ്റിസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ടതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നത്: ഫീഡിംഗ് കോൺസെൻട്രേറ്റ്, യൂറിയ മൊളാസസ് ലിക്ക്, ടീത്ത് ഡിപ്പിംഗ്, ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ. ഇതിന് ആൻസർ വരുന്നത് ടീത്ത് ഡിപ്പിംഗ്. ഇത് നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ട് മിൽക്കിങ്ങിന് ശേഷം ടീത്ത് എന്ത് ചെയ്യും, ടീത്ത് ഡിപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റൈറ്റിസിന്റെ ഒക്യുറൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയനെ കില്ല് ചെയ്തിട്ട് മാസ്റ്റൈറ്റിസിന്റെ ഒക്യുറൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് among the following is used to test fat in milk. നമ്മുടെ മിൽക്കിലുള്ള ഫാറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നതായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ആണുള്ളത്: ലാക്ടോമീറ്റർ, അനിമോമീറ്റർ, CRO, മിൽക്കോ ടെസ്റ്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മിൽക്കോ ടെസ്റ്റർ ആണ്. ഓപ്ഷൻ എ ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ നമ്മൾ അതിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ സോളിഡ്സ് അല്ലെങ്കിൽ അതിലുള്ള SNF അല്ലെങ്കിൽ അതിൽ ആഡഡ് വാട്ടർ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the bacterial culture used to prepare yogurt strains Streptococcus thermophilus and. അതായത് യോഗേർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യും. സ്റ്റാർട്ടർ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ കൾച്ചർ ആണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ കൾച്ചറിൽ 2 ടൈപ്പ് ഓർഗാനിസം ഉള്ളത്: സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും പിന്നെ അടുത്ത ഓർഗാനിസം ഏതായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻസിലുള്ളത്: ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്, എർസീനിയ എൻഡ്രോക്കൊളൈറ്റിക്ക, അൽക്കലിജീൻസ് വിസ്കോലാക്ടിസ്, പിന്നെ എസ്കറേഷ്യ കോളെ. ഇതിന്റെ ആൻസർ വരുന്നത് ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് ആണ്. നമ്മൾ യോഗേർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ബൾഗാരിക്കസും 1:1 റേഷ്യോയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ടായിട്ട് STLB എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2015 തന്നെ ചോദിച്ചാണ്, നമ്മൾ വിച്ച് among the following is used to sterilize milk cans in dairy. നമ്മൾ ഡയറികളിൽ മിൽക്ക് ക്യാൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെറിലന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 4 ഓപ്ഷൻ ആണ്: സ്റ്റീം, ഐഡോഫോർ സൊല്യൂഷൻ, ഓട്ടോക്ലേവിംഗ് ആൻഡ് ഓൾ ദ എബോവ്. ഇതിന് ആൻസർ വരുന്നത് ഓൾ ദ എബോവ് ആണ്. നമുക്ക് എല്ലാ സൊല്യൂഷൻ അല്ലെങ്കിൽ എല്ലാ സ്റ്റെറിലന്റും യൂസ് ചെയ്തിട്ടും നമുക്ക് മിൽക്ക് ക്യാൻസിന് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ട്രഡീഷണൽ ഡയറി പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. ദ ബേസ് മെറ്റീരിയൽ ഫോർ പ്രിപ്പയറിംഗ് ശ്രീഖണ്ഡ് ഈസ്. ശ്രീഖണ്ഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്നാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് രസഗുളയുടെ ബേസ് മെറ്റീരിയൽ ആയിരുന്നു, അതിന്റെ ആൻസർ ചെന്ന ആയിരുന്നു. പക്ഷെ ഇവിടെ ശ്രീഖണ്ഡിന്റെ ബേസ് മെറ്റീരിയൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് ചക്ക എന്നുള്ള ഡയറി പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ ശ്രീഖണ്ഡ് ഉണ്ടാക്കുന്നത്. ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട് അല്ലെങ്കിൽ ദഹി പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ മസിലിൻ ഗ്രോത്ത് വെച്ചിട്ട് അതിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ വേ മെറ്റീരിയൽസ് ഒക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് ബാക്കി വരുന്ന കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റിനാണ് ചക്ക എന്ന് പറയും. ഈ ചക്കയിൽ നമ്മൾ ഷുഗറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫ്ലേവറും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ശ്രീഖണ്ഡ്. ഇനി 2015 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജീസ് റിട്ടൺ ബൈ. നമ്മുടെ ഡയറി ടെക്നോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി. ഇതിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 4 ഓപ്ഷൻസ് ആണ്: ജഗദീഷ് പ്രസാദ്, ഓപ്ഷൻ ബി NSR ശാസ്ത്രി, ഓപ്ഷൻ സി സുകുമാർ ഡേ, ഓപ്ഷൻ ഡി തുഫൈൽ അഹമ്മദ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സുകുമാർ ഡേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2020 KPSCയുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് ഫോർ മേക്കിംഗ് ഗീ. അതായത് ഗീ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന മെത്തേഡുകളിൽ ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തഡോളജി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെത്തേഡ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ആണ്: ഡേസി മെത്തേഡ്, ക്രീമറി ബട്ടർ മെത്തേഡ്, ഡയറക്റ്റ് ക്രീം മെത്തേഡ്, പ്രീ സ്റ്റാർട്ടിഫിക്കേഷൻ മെത്തേഡ്. അതിന് മുന്നേ നമുക്ക് ഗീ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് 5 മെത്തേഡ് ആണുള്ളത്. ഈ ഓപ്ഷൻസിൽ പറഞ്ഞ പോലെ 4 മെത്തേഡ്: ഡേസി മെത്തേഡ്, ക്രീമറി ബട്ടർ മെത്തേഡ്, ഡയറക്റ്റ് ക്രീം മെത്തേഡ്, പ്രീ സ്റ്റാർട്ടിഫിക്കേഷൻ മെത്തേഡ്, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് കണ്ടിന്യൂസ് ഗീ മേക്കിംഗ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ആൻസർ ഓപ്ഷൻ ഡി പ്രീ സ്റ്റാർട്ടിഫിക്കേഷൻ മെത്തേഡ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് വിൽ ബി ദ ഓവർ റൺ ഇഫ് 400 ലിറ്റർ ഓഫ് മിക്സ് പ്രൊഡ്യൂസസ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം. അതായത് നമ്മൾ 400 ലിറ്റർ ഐസ്ക്രീം മിക്സ് എടുത്തിട്ട് അതിനെ ഫ്രീസ് ചെയ്തപ്പോൾ നമുക്ക് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം കിട്ടി. അപ്പൊ അതിന്റെ ഓവർ റൺ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എയറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഫ്രീസിങ്ങിന്റെ സമയത്ത് നമ്മൾ എയറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കിട്ടുക. അപ്പൊ അതിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 400 ലിറ്റർ മിക്സ് എടുത്തപ്പോൾ 740 ലിറ്റർ ഐസ്ക്രീം നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓവർ റൺ എത്രയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓവർ റണ്ണിന് ഇക്വേഷൻ ഉണ്ട്:
amount of ice cream minus amount of mix divided by amount of mix. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ ബി 85% ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് എ മേജർ ഡിഫക്ട് ദാറ്റ് occurs in UHT മിൽക്ക് ഡ്യൂറിങ് സ്റ്റോറേജ്. നമ്മൾ UHT മിൽക്ക് അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 135°C ഫോർ 1 to 2 സെക്കൻഡ് ഹോൾഡിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷനാണ്: ഡാർക്കനിങ് ഓഫ് കളർ, ഏജിലേഷൻ, കുക്ക്ഡ് ഫ്ലേവർ, ആബ്സെൻസ് ഓഫ് ബെനിഫിഷ്യൽ ബാക്ടീരിയ. ഇതിനകത്ത് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഏജിലേഷൻ ആണ് ആൻസർ. നമ്മൾ UHT മിൽക്ക് കൂടുതൽ ലോങ് സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ ഏജിലേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡ്യൂറിങ് ചെഡാർ ചീസ് മാനുഫാക്ചർ റെന്നറ്റ് സ്പ്ലിറ്റ് ദ കാപ്പാക്കസിൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ്. നമ്മൾ ചെഡാർ ചീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെന്നറ്റ് എന്ന് പറഞ്ഞ ക്ലോട്ടിംഗ് എൻസൈം അല്ലെങ്കിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എൻസൈം യൂസ് ചെയ്യുമ്പോൾ കാപ്പാക്കസിനുള്ള ഏത് ബോണ്ടിനെയാണ് ബ്രേക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെഡാർ ചീസ് മാത്രമല്ല, ഏതൊക്കെ നമ്മൾ എൻസൈം വെച്ചിട്ട് കോയാഗുലേറ്റ് ചെയ്യുന്ന ചീസ് ഉണ്ടോ, അതായത് റെന്നറ്റ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ചീസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ ഒരു കെമിസ്ട്രി വരുന്നത് ഈ ഒരു കാപ്പാക്കസിനിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഏത് ബോണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 4 ഓപ്ഷനാണ്. ഓപ്ഷൻ എ ഫിനൈൽ അലാനിൻ ഹിസ്റ്റഡിൻ, ഓപ്ഷൻ ബി മെഥിയോണിൻ ലൈസിൻ, ഓപ്ഷൻ സി ഹിസ്റ്റഡിൻ ലൈസിൻ, ഓപ്ഷൻ ഡി ഫിനൈൽ അലാനിൻ മെഥിയോണിൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫീനൈൽ അലാനിൻ ആൻഡ് മെഥിയോണിൻ. ഇത് കാപ്പാക്കസിനിലുള്ള 105, 106 ബോണ്ടുകളാണ്. 105 പൊസിഷനിൽ ഫീനൈൽ അലാനിനും 106 പൊസിഷനിൽ മെഥിയോണിനാണ് ഉണ്ടാവുക. മാത്രമല്ല കാപ്പാക്കസിൻ എന്ന് പറഞ്ഞിട്ട് 169 അമിനോ ആസിഡ് ഉള്ള ഒരു പ്രോട്ടീനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്കേജ്ഡ് അറ്റ്. അപ്പോൾ UHT എനിക്ക് തോന്നുന്നു 4ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങാണ്ടാണ് ചോദിക്കുന്നത്. 3ാമത്തെ 4ാമത്തെ എങ്ങാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. UHT മിൽക്കിൽ നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് അസെപ്റ്റിക്കലി പാക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ഓപ്ഷൻ സി 20°C ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UHT മിൽക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും, അല്ലെങ്കിൽ അറൗണ്ട് ആ ഒരു റൂം ടെമ്പറേച്ചറിന്റെ അത്രയും ലെവലിലായിരിക്കും നമ്മൾ അതിനെ അസെപ്റ്റിക്കലി പാക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2022 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് നൈസിൻ അല്ലെങ്കിൽ നിസിൻ അല്ലെങ്കിൽ നൈസിൻ എന്നൊരു ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നിസിൻ ഈസ് എ ഫുഡ് ബയോ പ്രിസർവേറ്റീവ്, ഒരു ഫുഡ് ബയോ പ്രിസർവേറ്റീവ് ആണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെയിൻസ് ഓഫ് ലാക്ടോകോക്കസ് ലാക്ടീസ് സബ്സ്പീഷീസ് ലാക്ടീസ് ആൻഡ് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് സബ്സ്റ്റൻസ്. അതായത് ലാക്ടോകോക്കസ് ലാക്ടീസ് സബ്സ്പീഷീസ് ലാക്ടീസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിൻ ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക് വിത്ത് വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി അഗൈൻസ്റ്റ് ഫുഡ് സ്പോയിലേജ് പാത്തജനിക് ഓർഗാനിസം. ഇതിനകത്തൊരു ബോഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക്, ഇതൊരു ബോഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക് ആണ്. ആൻഡ് ഓൾസോ ഹാവിംഗ് ബോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ആന്റിബയോട്ടിക് അല്ല, നൈസിൻ ബാക്ടീരിയോസിൻ എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബയോ പ്രിസർവേറ്റീവ് ആണ്. മാത്രമല്ല അതിന് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിന് മാത്രമേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ എഫക്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ കൊണ്ട് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. ഒരു നിസിൻ ഒരു ബയോ പ്രിസർവേറ്റീവ് ആണ്. മാത്രമല്ല അത് ഈ ലാക്ടോകോക്കസ് ലാക്ടീസ് സബ്സ്പീഷീസ് ലാക്ടീസ് ആണ് നിസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ എന്ന് പറഞ്ഞാൽ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്, ഹാവിംഗ് എഫക്ട് ഫോർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അതിന് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ക്ലോസ്ലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസിന് മാത്രമായിരിക്കും അതിന് എഫക്ട് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് അബൌട്ട് ദ എഫക്ട് ഓഫ് ഹോമോജനൈസേഷൻ ഓഫ് മിൽക്ക്. അതായത് നമുക്ക് മിൽക്ക് ഹോമോജനൈസേഷൻ എന്നൊരു പ്രോസസ്സിൽ ഇതിനകത്ത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് മുന്നേ ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ 2 to 10 മൈക്രോമീറ്റർ സൈസുള്ള ഗ്ലോബ്യൂൾസ് ആയിരിക്കും. അപ്പൊ അതിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ. ലെസ് ദാൻ നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 മൈക്രോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിനകത്തുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 4 ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ ദ കളർ ബിക്കംസ് വൈറ്റർ, ഓപ്ഷൻ ബി ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ലൂസ് ദെയർ എബിലിറ്റി ടു ക്ലംപ്, ഓപ്ഷൻ സി there is a chance for formation of cream plaque, ഓപ്ഷൻ ഡി fat recovery is a problem after homogenization. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. there is a chance for formation of cream plaque. അതായത് ഹോമോജനൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്രീം പ്ലഗ്
ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു യോഗട്ടിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ റോങ് അബൌട്ട് പ്രോബയോട്ടിക് യോഗട്ട്? പ്രോബയോട്ടിക് യോഗട്ടിൽ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ Streptococcus thermophilus and Lactobacillus bulgaricus are the only bacterial strains used for the preparation of probiotic yogurt. Probiotic yogurt prepare ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ STLB, Streptococcus thermophilus and Lactobacillus bulgaricus മാത്രമായിരിക്കും ബാക്ടീരിയൽ കൾച്ചർ സ്ട്രെയിൻ ഉണ്ടാവുക എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് യോഗട്ട് കണ്ടെയ്ൻസ് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് കമ്പോണൻസ് വിച്ച് ബെനിഫിഷ്യലി എഫക്ട്സ് ഹ്യൂമൻ ഹെൽത്ത്. അതായത് പ്രോബയോട്ടിക് യോഗട്ടിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവും, പ്രീബയോട്ടിക് കമ്പോണൻസ് ഉണ്ടാവും. അത് നമുക്ക് ഹ്യൂമണിന് ബെനിഫിഷ്യൽ ഹെൽത്ത് നൽകുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കുകയാണെങ്കിൽ കൺസംഷൻ ഓഫ് യോഗട്ട് വിത്ത് പ്രോബയോട്ടിക് കൗണ്ട് 10⁸ CFU per gram ഈസ് റെക്കമെൻഡഡ് ടു ഗെറ്റ് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്. അപ്പൊ ഇതിനകത്ത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഉം 2 ആണ് ഇതിനകത്തുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബയോട്ടിക് സ്ട്രെയിൻസ് അല്ലെങ്കിൽ പ്രോബയോട്ടിക് യോഗട്ടിൽ നമ്മൾ എന്തായാലും STLB അല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ പ്രോബയോട്ടിക് സ്ട്രെയിൻസിനെ ആഡ് ചെയ്യും. പിന്നെ മാത്രമല്ല പ്രോബയോട്ടിക് യോഗട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രീബയോട്ടിക് ഉണ്ടാവണമെന്ന് നിർബന്ധമല്ല. അവന് പ്രോബയോട്ടിക് ഓർഗാനിസം മാത്രം ഉണ്ടാവുന്നത് നിർബന്ധമുള്ളൂ. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഫുഡ് ഫോർ പ്രോബയോട്ടിക് ആണ്. മേ ബി അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ ആൻസർ ഒന്നുമില്ല. ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ ഓഫ് യോഗട്ട് വിത്ത് പ്രോബയോട്ടിക് കൗണ്ട് 10⁸ CFU per gram ഈസ് റെക്കമെൻഡഡ് ടു ഗെറ്റ് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്. അപ്പോൾ നമുക്കൊരു പ്രോബയോട്ടിക് പ്രൊഡക്റ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ട്രെയിനിൽ മിനിമം 10⁸ CFU per gram എങ്കിലും വയബിൾ ഓർഗാനിസം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിനൊരു പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുള്ളൂ. അതായത് ആ ഫുഡിൽ പെർട്ടിക്കുലർ പറയുന്ന പ്രോബയോട്ടിക് സ്ട്രെയിനിന്റെ വയബിൾ നമ്പർ 10⁸ CFU per gram വരെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുള്ളൂ. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് an improved method of ghee preparation in which ghee is separated into 3 layers. നമ്മൾ നേരത്തെ ഗീയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2015 കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2022 അതുപോലെ തന്നെ ഗീയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് മെത്തേഡാണ് ഗീ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ക്രീം അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ സ്റ്റാർട്ടിഫിക്കേഷൻ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ ബട്ടറിനെ മെൽറ്റ് ചെയ്തിട്ട് 3 ലെയർ ആയിട്ട് എടുക്കും. അങ്ങനെ ആ ഒരു മെത്തേഡ് ഏതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പ്രീ സ്റ്റാർട്ടിഫിക്കേഷൻ മെത്തേഡ് ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്പ്രേ ഡ്രൈയിങ് ചെയ്യുമ്പോൾ ഏത് സ്റ്റെപ്പാണ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആവാത്തതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ കോൺസെൻട്രേഷൻ ഓഫ് മിൽക്ക്, ഓപ്ഷൻ ബി അറ്റോമൈസിംഗ് ദ കോൺസെൻട്രേറ്റ്, ഓപ്ഷൻ സി മിക്സിംഗ് അറ്റോമൈസ്ഡ് ലിക്വിഡ് വിത്ത് കൂൾ എയർ, ഓപ്ഷൻ ഡി സെപ്പറേറ്റിംഗ് പൗഡർ ആൻഡ് എയർ. അപ്പൊ ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി മിക്സിംഗ് അറ്റോമൈസ്ഡ് ലിക്വിഡ് വിത്ത് കൂൾ എയർ ആണ്. ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഇതിനകത്ത് ഉണ്ടാവില്ല. കാര്യം നമ്മൾ അറ്റോമൈസ്ഡ് ലിക്വിഡ് ഹോട്ട് എയറുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു ഡ്രൈയിങ് ചേമ്പറിൽ മിക്സ് ആവുന്നുണ്ടാവാം. അപ്പോൾ അത് ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആണ്. അതാണ് ആൻസർ. ഓക്കെ, ഇനി കുറച്ച് ജനറൽ പോയിന്റ്സ് റിലേറ്റഡ് ടു ഡയറി ടെക്നോളജിയിലോട്ട് പോവാം. അതിൽ തന്നെ വേൾഡ് മിൽക്ക് ഡേ, നമ്മൾ വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് June 1. ഇനി നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണ് 26 നവംബർ. ഈ ഒരു ഡേറ്റിന് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മുടെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്ന ശ്രീ വർഗീസ് കുര്യൻ, അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് November 26. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നാഷണൽ മിൽക്ക് ഡേ എന്നാണ്, അതുപോലെ തന്നെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്താണ്, വർഗീസ് കുര്യൻ. അതുപോലെ തന്നെ വൈറ്റ് റെവല്യൂഷൻ ഏത് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെവല്യൂഷൻ ആണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിൽക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെവല്യൂഷൻ ആണ് വൈറ്റ് റെവല്യൂഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഓൾസോ റിലേറ്റഡ് ടു ദ മിൽക്ക്, അതായത് നമ്മുടെ അമൂൽ മോഡലിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. സ്റ്റാർട്ട് ചെയ്തത് 1970-ലും ഫിനിഷ് ചെയ്തത് 1996-ലാണ്. ഇനി ഒരു ജനറൽ ആയിട്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ 230.6 മില്യൺ മെട്രിക് ടൺ ആണ് 2022-23 സെൻസസ് പ്രകാരമാണ്. ഇനി അത് ഏർലിയർ 21.1 മില്യൺ മെട്രിക് ടൺ ആയിരുന്നു. ഇനി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി, അതായത് നമ്മുടെ ഓരോ സിറ്റിസണിനും ഒരു ദിവസം നമുക്ക് എത്ര എമൗണ്ട് മിൽക്ക് അവൈലബിലിറ്റി ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്കിപ്പോ 2022-23 പ്രകാരം 459 grams per day ആണ് നമ്മുടെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി. 2021-22 440 grams per day ആയിരുന്നു ഇതിന്റെ ആൻസർ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ, ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റാങ്ക്സ് ഫസ്റ്റ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ റാങ്ക് ഫസ്റ്റ് ആണ്. ഇനി നമ്മൾ കോമ്പോസിഷൻ ഓഫ് മിൽക്കിലോട്ട് പോവാണ്. അപ്പൊ ആദ്യം തന്നെ വാട്ട് ഈസ് മിൽക്ക്. നമ്മൾ മിൽക്കിന്റെ കോമ്പോസിഷനിൽ പോകുന്നതിന് മുന്നേ മിൽക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കും. നമ്മൾ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. മിൽക്ക് മീൻസ് ദ നോർമൽ മാമറി സെക്രീഷൻ ഡിറൈവ്ഡ് ഫ്രം കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് ഹെൽത്തി മിൽക്ക് അനിമൽ without either addition thereto or extraction therefrom unless otherwise provided in this regulation, and it shall be free from cholesterol. അതായത് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാമറി സെക്രീഷൻ ആണ് ഒബ്റ്റൈൻഡ് ബൈ കംപ്ലീറ്റ് മിൽക്കിംഗ്. നമ്മളൊരു ഹെൽത്തി മിൽക്ക് അനിമലിനെ കംപ്ലീറ്റ് ആയിട്ട് മിൽക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാമറി സെക്രീഷനെയാണ് നമ്മൾ മിൽക്ക് എന്ന് പറയാം. അതിനകത്ത് നമുക്കൊന്നും ആഡ് ചെയ്യാനും പാടില്ല, അതിൽ നിന്നൊന്നും എക്സ്ട്രാക്ട് ചെയ്യാനും പാടില്ല. അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദീസ് റെഗുലേഷൻസ്. നമ്മൾ ഏത് മിൽക്കാണ് അല്ലെങ്കിൽ ഏത് റെഗുലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അത് ആണെങ്കിൽ നമുക്ക് അതിനെ മീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം കൊളസ്ട്രോൾ. അതായത് നമ്മൾ മിൽക്ക് കൊളസ്ട്രോൾ ഫ്രീ ആയിരിക്കും. കൊളസ്ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാവിങ്, അതായത് കൗ പുതിയ അതിന്റെ കാഫിന് പ്രസവിക്കുമ്പോൾ ആ പ്രസവിച്ച് തൊട്ട് 3 മുതൽ 5 ദിവസം വരെ ഉണ്ടാകുന്ന മിൽക്കിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുക. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ നോർമൽ മിൽക്കുമായിട്ട് ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിൽക്ക് എന്ന് പറയുമ്പോൾ അത് എക്സ്ക്ലൂഡിങ് കൊളസ്ട്രോൾ ആയിരിക്കണം. ഇവിടെ ചിലപ്പോൾ ഒരു ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ഫ്രീ ആയിരിക്കും, ഏത് കൊളസ്ട്രോൾ എത്ര ദിവസം വരെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 days ആയിരിക്കും കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. ഇനി മിൽക്കിന്റെ കോമ്പോസിഷൻ നോക്കാം. മിൽക്കിനെ നമുക്ക് ഹോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആവറേജ് കോൺസെൻട്രേഷൻ പറയുന്നത് വാട്ടർ ആൻഡ് ടോട്ടൽ സോളിഡ്സ്. വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 87.2% വരെ വാട്ടർ ഉണ്ടാവും. ഈ ടോട്ടൽ സോളിഡ്സ് 12.8% വരെ ഉണ്ടാവും. ഇത് ഓരോ സ്പീഷീസിനും ഓരോ ബ്രീഡിനും ഓരോ ഇൻഡിവിജ്വൽ ആനിമൽസിനും അനുസരിച്ച് മാറും. ഇതൊരു ജസ്റ്റ് ജനറൽ കൗ മിൽക്കിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇനി മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് മിനിമം ആവറേജ് 4% ഉണ്ടാവും. ടോട്ടൽ സോളിഡ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് അല്ലെങ്കിൽ സോളിഡ്സ് നോട്ട് ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 4% അല്ലെങ്കിൽ ആവറേജ് 4% ഫാറ്റ് ഉണ്ടാവും. സോളിഡ്സ് നോട്ട് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് അല്ലാത്ത സോളിഡ്സ്, അപ്പൊ അത് പറയുമ്പോൾ 8.8% ആവറേജ് ഉണ്ടാവും. ഇനി സോളിഡ്സ് നോട്ട് ഫാറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻഡ് അതർ മൈനർ കോൺസ്റ്റിറ്റ്യൂവൻസ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ മിൽക്കിൽ മെയിൻ ആയിട്ട് കാണുന്ന മിൽക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. അറൌണ്ട് 4.7% വരെ ലാക്ടോസ് ഉണ്ടാവും. പിന്നെ മൈനർ ആയിട്ട് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടി ഉണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, മില്ലിഗ്രാം ലെവലിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ തന്നെ ഒളിഗോസാക്കറൈഡ്സ് ഒക്കെ ഉണ്ട്. ഇനി പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ആവറേജ് 3.7% വരെ അതിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇനി പ്രോട്ടീൻ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കെസീൻ പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അടുത്ത കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് മിനറൽസ്. അറൌണ്ട് 0.78% ആവറേജ് കോൺസെൻട്രേഷൻ മിൽക്കിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇനി അതർ മൈനർ കോൺസ്റ്റിറ്റ്യൂവൻസിൽ എൻസൈംസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, അതുപോലെ പിഗ്മെന്റ്സ്, അതൊക്കെ വരുന്നതാണ് അതർ മൈനർ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഞാനിവിടെ 3 സ്പീഷീസ് തമ്മിലുള്ള മിൽക്ക് കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ വേരിയേഷൻ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഹ്യൂമൻ മിൽക്ക്, കൗ മിൽക്ക്, ബഫലോ മിൽക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂമൻ മിൽക്ക് നമുക്കറിയാം, അതിന്റെ സയന്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ്. ഇനി കൗവിന്റെ ആണെങ്കിൽ ബോസ് ഇൻഡിക്കസ് ഉണ്ട്, ബോസ് ടോറസ് ഉണ്ട്. ബോസ് ഇൻഡിക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിജിനസ് ആയിട്ടുള്ള ബ്രീഡ്സിനെയാണ് ബോസ് ഇൻഡിക്കസ് എന്ന് പറയാം. ബോസ് ടോറസ് എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് ബ്രീഡ്സ്, അതായത് നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന കൗവിന്റെ ബ്രീഡ്സിനാണ് നമ്മൾ ബോസ് ടോറസ് എന്ന് പറയാം. ഇനി അടുത്തൊരു അല്ലെങ്കിൽ ഓക്കെ, അടുത്ത സ്പീഷിയാണ് ബഫലോ. ബഫലോ നമ്മൾ അതിന്റെ സയന്റിഫിക് നെയിം ബൊബലസ് ബൊബാലിസ് എന്നാണ്. ഇനി ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ മിൽക്കും കൗ മിൽക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമുക്ക് അതിൽ ലാക്ടോസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഹ്യൂമൻ മിൽക്കിൽ ലാക്ടോസ് 7.1% ഉണ്ട്. ഇനി കൗ മിൽക്കിലാണെങ്കിൽ 4.6% ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ആഷ് കണ്ടന്റ് ആണ്. ആഷ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ മിൽക്കിൽ 0.2% മാക്സിമം ആയിരിക്കും. കൗ മിൽക്കിൽ എന്ന് പറഞ്ഞാൽ 0.7 to 0.8 ആ ഒരു റേഞ്ചിലായിരിക്കും കൗ മിൽക്കിലുള്ള ആഷ് കണ്ടന്റ് അല്ലെങ്കിൽ മിനറൽ കണ്ടന്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ കെസിൻ ടു വേ റേഷ്യോ നോക്കുകയാണെങ്കിൽ കെസിൻ ടു വേ റേഷ്യോ ബൊവൈൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോത്ത് കൗ മിൽക്കും ബഫലോ മിൽക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിൽക്കിനാണ് ബൊവൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൊവൈൻ മിൽക്ക് എന്ന് പറയാം. അപ്പൊ അതിന്റെ കെസിൻ ടു വേ റേഷ്യോ എന്ന് പറയുമ്പോൾ 80:20 ആണ്. ഇനി ഹ്യൂമൻ മിൽക്കിന്റെ കെസിൻ ടു വേ റേഷ്യോ എന്ന് പറഞ്ഞാൽ കെസിൻ പ്രോട്ടീൻ ടു വേ പ്രോട്ടീൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 40:60 ആണ്. ഇനി അടുത്ത
പോയിന്റ് ആണ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ടോട്ടൽ സോളിഡ്സ്. അതായത് ടോട്ടൽ സോളിഡ്സിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. അതായത് ടോട്ടൽ സോളിഡ്സിൽ ഏറ്റവും അടങ്ങിയിട്ടുള്ള സോളിഡ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. ഇനി മിൽക്കിൽ കുറച്ച് സബ്സ്റ്റൻസ് സോളിബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ടു സൊല്യൂഷൻസിലുണ്ട്. കൊളോയിഡൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ എമൾഷൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സോളിബിൾ കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലെങ്കിൽ ടു സൊല്യൂഷൻസിൽ അടങ്ങിയിട്ടുള്ളതാണ് ലാക്ടോസ്, വേ പ്രോട്ടീൻസ്, മിനറൽസ്. ഈ കൊളോയിഡൽ സ്റ്റേജിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് കെസിൻ. ഫാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എമൾഷൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. അപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഇന്റൻസീവ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കേരളത്തിലെ ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളോടൊപ്പം നിങ്ങളുടെ നിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, എക്സാം വരെയും ഗൈഡൻസിലായി മെന്റർഷിപ്പ് സപ്പോർട്ടും വാട്സാപ്പ് കമ്മ്യൂണിറ്റി എന്നിവ ഈ കോഴ്സിന്റെ പ്രത്യേകതകളാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.